നിന്റെ ഭർത്താവും ഭർത്താവിന്റെ അച്ഛനും കൂടെ ചേർന്ന് നാടകം കളിച്ച നിന്നെ ഈ വീട്ടിലോട്ട് കെട്ടിയെടുത്തതെന്ന് പറഞ്ഞിട്ടും പിന്നെ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്ന നിന്റെ തൊലിക്കട്ടിയുണ്ടല്ലോ, അപാരം തന്നെ. സമ്മതിച്ചിരിക്കുന്നു. തെറ്റ്. സ്വന്തം ഭർത്താവിന് വേണ്ടാന്ന് എത്ര തവണ പറഞ്ഞിട്ടും എന്നെ സ്വീകരിച്ചേ പറ്റൂന്ന് പറഞ്ഞ് കടിച്ചു തൂങ്ങിക്കിടക്കുന്ന നിന്റെ അത്ര തൊലിക്കട്ടി എനിക്ക് ഏതായാലും ഇല്ല. എന്റെ ദേഹത്ത് തൊടരുത്. തൊട്ടായി തൊടുന്ന കൈ ഞാൻ തകർത്ത് കളയും. നീ പണ്ട് ബ്യൂട്ടി പാർലറിൽ കറങ്ങി നടക്കുമ്പോ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത് കരാട്ടയാണ്. വെറുതെ എന്റെ കൈക്ക് പണി ഉണ്ടാക്കരുത്. അഞ്ജലി, ഓക്കെ, മതി ഈ വഴക്ക്. എന്റെ ക്ഷമ നീ പരീക്ഷിക്കരുത്. ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാ, 2 ദിവസത്തിനുള്ളിൽ അഭി ടൂറ് കഴിഞ്ഞ് തിരികെ എത്തും. അന്നേരം എന്റെ ജീവിതത്തിൽ ഒരു കരടായിട്ട് നീ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അഭി ഒരിക്കലും നിന്നെ ഈ വീട്ടിൽ കാണാൻ പാടില്ല എന്നർത്ഥം. കണ്ടാ നീ എന്നെ എന്ത് ചെയ്യും? എടി നിന്നെ എന്നെ നീ ഒന്നും ചെയ്യില്ല. ഒന്നും. നോക്ക്, നിന്റെ ലൈഫ് സേഫ് ആക്കേണ്ടത് നിന്റെ ആവശ്യം, നിന്റെ മാത്രം ആവശ്യം. നോട്ട് മൈ ഹെഡേക്ക്. ഈ വീട്ടിൽ നിനക്ക് നിന്റെ ലൈഫ് സേഫ് അല്ലാന്ന് തോന്നുകയാണെങ്കിൽ നിനക്ക് മാറി നിൽക്കാം ഈ വീട് വിട്ട്. അഞ്ജലി, എന്താണ് കൊച്ചേച്ചിയും വല്ലേച്ചിയും മുറ്റത്ത് നിലാവിളിച്ചത്ത് നിന്നുകൊണ്ടൊരു ഗൂഢാലോചന? ഒന്നുമില്ല അങ്കിളെ, ഞങ്ങള് വെറുതെ. ഒന്നുമില്ലാതെന്നല്ല. അത് പോട്ടെ. എന്നാലും നീ എന്നോട് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒളിപ്പിച്ചു വെച്ചത് വളരെ മോശമായി അനുഭവം. മോശമായി. ഒളിച്ചു വെക്കാനോ? മനസ്സിലായില്ല. എന്താ അങ്കിൾ ഉദ്ദേശിച്ചത്? ഉദ്ദേശം വേറെ എന്താ? നിന്റെ ഈ അനിയത്തി പെണ്ണ് ഇത്രയും നന്നായി പാചകം ചെയ്യുമെന്നൊരു വാക്ക് നീ എന്നോട് പറഞ്ഞു. എല്ലാവരോടും കൂടി പറയാ, ഇനി ഇവിടെ നമുക്ക് അടുക്കള വേലയ്ക്ക് ഒരാളുടെ ആവശ്യമില്ല. സത്യം പറയാമല്ലോ, ഇന്ന് ഇവിടെ ഓഫീസിലേക്ക് കൊടുത്തുവിട്ട ഉച്ചയൂണ് അരെ വാ, സോ ഡിലിഷ്യസ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ഫുഡ്. ഈ അടുത്തൊന്നും ഇത്രയും രുചികരമായ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അഞ്ജലി, യു റിയലി ഡിസർവ് എ സല്യൂട്ട്. സത്യം. എല്ലാവരും കേട്ടല്ലോ, സത്യം ഞാൻ പറഞ്ഞത്. നോ എക്സാജറേഷൻ. ഇത്രയും രുചികരമായ ഭക്ഷണം തയ്യാറാക്കിയ ഈ കൈകളിൽ ഞാനൊരു തങ്കവളയങ്ങിട്ട് തരും. എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? ഓ, അങ്ങനെയാണെങ്കിൽ വള വേണ്ട. ഒരു വാച്ച് ആയിരിക്കും യോജിക്കുന്ന. വാച്ചോ? വാട്ട് യു മീൻ? അതെ, വാച്ച്. ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിലെ അഭിരാമി ഹോട്ടലിലെ കുക്ക് നാഗരാജൻ പിള്ള ഈ വളയൊന്നും ഇട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിരാമി ഹോട്ടലിലെ കുക്കോ? എനിക്ക് മനസ്സിലായില്ല. അല്ല, അതേതാ നാഗരാജൻ പിള്ള? നമ്മുടെ ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനില് അഭിരാമി ഹോട്ടലില്ലേ, അവിടുത്തെ ഊണ് ഗംഭീരമല്ലേ? നാഗരാജേട്ടനാണ് അവിടുത്തെ പ്രധാന പാചകക്കാരൻ. എന്റെ അച്ഛന്റെ ഫ്രണ്ടാ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും പുറത്തു പോകുമ്പോ അഭിരാമി ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. ഇന്ന് ഞാൻ അവിടെ നിന്നാ ഭക്ഷണം വാങ്ങിച്ച് അങ്ങോട്ട് കൊടുത്തയച്ചത്. ചൂടാവാതെ വക്കീൽ അങ്കിളെ.
അങ്കിളിന് കഴിക്കാൻ നല്ല രുചിയുള്ള ഭക്ഷണം ചൂടോടെ വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. അഭിരാമി ഹോട്ടലിലുള്ള ഊണ ഭയങ്കര ടേസ്റ്റിയാന്ന് അങ്കിളല്ലേ ഇപ്പൊ സർട്ടിഫിക്കറ്റ് എഴുതിയേ. എടി കൊച്ചേ, അത് കലക്കി. അങ്കിള് മാത്രല്ല, നിങ്ങൾ എല്ലാവരും ഇന്ന് കഴിച്ചത് അഭിരാമി ഹോട്ടലിലെ ശാപ്പാട് തന്നെയാ. അല്ല, എന്താ അഭിപ്രായം പറഞ്ഞു എല്ലാരും? നീ എന്താടി വീട്ടിൽ വന്ന് കയറി ഉടനെ ഓവർ സ്മാർട്ട് കളിക്കാനുള്ള ഒരുക്കത്തിലാണോ? ഹിന്ദു ആന്റി പിന്നെ എന്ത് വിചാരിച്ചു? ഈ ശംഖുചക്രത്തില് വന്നു കയറിയതുകൊണ്ട് മാത്രം ഞാൻ ഇവിടുത്തെ അടുക്കളക്കാര്യവും നോക്കി ഇവിടെ അങ്ങ് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളൂ എന്ന് കരുതിയോ? എങ്കിൽ ആന്റിക്ക് തെറ്റി. ആന്റിക്ക് മാത്രമല്ല, അങ്ങനെ കരുതിയ ഏവർക്കും. ഞാനേ അത്യാവശ്യം ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സ് പാസ്സായ ഒരു പ്രാക്ടീസിംഗ് അഡ്വക്കേറ്റാ. അഡ്വക്കേറ്റ് അഞ്ജലി ശിവരാമകൃഷ്ണൻ, അതാ എന്റെ പേര്. അഡ്വക്കേറ്റ് രാഘവനുണ്ണി, അഡ്വക്കേറ്റ് ഗോവിന്ദനുണ്ണി എന്നൊക്കെ പറയുന്നത് പോലെ അന്തസ്സും ആത്മാഭിമാനവും ഒക്കെയുള്ള വക്കീല് തന്നെയാ ഈ അഡ്വക്കേറ്റ് അഞ്ജലി ശിവരാമകൃഷ്ണനും. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ശംഖുചക്രത്തിലെ മൂത്ത മരുമകളായ അനുപമയേക്കാൾ ഒരു പടി മുകളിലാ അക്കാഡമിക്കലി എന്റെ സ്ഥാനം എന്ന്. മനസ്സിലായോ? നീ ഇത് കളിച്ച് കളിച്ച് എങ്ങോട്ടാ കയറി പോകുന്നെന്ന് വല്ല ധാരണയുണ്ടോ നിനക്ക്? നോക്ക്, ഒരുപാടങ്ങ് മോളി കയറിയാലേ മൂക്കും കുത്തി താഴെ വീഴുമ്പോ വേദന സഹിക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലായോ? അതൊക്കെ ഒരുപാട് ഉയരങ്ങളിൽ നിൽക്കുന്നവർ ആലോചിക്കേണ്ട കാര്യമല്ല അങ്ങളെ. ഈ അഡ്വക്കേറ്റ് അഞ്ജലി അന്നും ഇന്നും നിലത്ത് കാലുകുത്തി തന്നെയാ നിൽക്കുന്നത്. അതുകൊണ്ട് എന്നെ അങ്ങ് വീഴ്ത്തിക്കളയാന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. ചെടി കൊച്ചേ, കൊടുകൈ. നീയാണ് അർജുന് പറ്റിയ പെണ്ണ്. അഡ്വക്കേറ്റ് രാഘവനുണ്ണിക്ക് പറ്റിയ എതിരാളി. ഗോവിന്ദ. ഓ, ഗോവിന്ദൻ എന്തോന്ന് ഗോവിന്ദൻ? അഞ്ജലി പറഞ്ഞാൽ കാര്യമില്ലേ? ചേട്ടനെ പോലെ നീളയും കുറുകയും പോവാത്ത തന്തവൈബ് കടൽ കിഴവന്മാർക്ക് അഞ്ജലിയെ പോലുള്ള ജെൻസി ഫയർ ബ്രാൻഡുകൾ തന്നെ നല്ലത്. എന്നെ മോളെ, നീ അകത്തോട്ട് ചെല്ല്. ഇവിടെ ആരും നിന്നെ ഒന്നും ചെയ്യില്ല, ഞങ്ങൾ ഗ്യാരണ്ടി. ഈ അഡ്വക്കേറ്റ് അഞ്ജലി എന്ന ഫയർ ബ്രാൻഡിനെ കുറിച്ച് സോഷ്യൽ മീഡിയക്കാർ പറഞ്ഞുള്ള അറിവ് മാത്രമേ സത്യത്തെ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇന്നാ എനിക്ക് അതൊന്ന് അടുത്ത് കാണാൻ സാധിച്ചത്. ഇനി ഇവിടെ എന്തെങ്കിലും നടക്കുമെന്ന് ഉറപ്പാണ്. ഇങ്ങി വാ മോളെ. ഞാൻ പോവാണേ മോളെ. മറക്കാതില്ലൊക്കെ എടുത്തു എന്തോ. ഇവിടെ ശിവരാമേട്ടനുണ്ടോ? അയ്യോ, ഇതാര്? സുന്ദരേശൻ ചേട്ടനോ? എന്തുണ്ട് വിശേഷങ്ങള്? ഓ, എനിക്കെന്ത് വിശേഷം? വാടക പിരിക്കാന്ന് ചെരുപ്പ് 4 എണ്ണം തേഞ്ഞ്, അത്ര തന്നെ. അയ്യോ, ആണല്ലേ. ഞാൻ ഇവിടെ ഉള്ളവരോട് എപ്പോഴും പറയും, ഇവിടെ തിന്നാനും കുടിക്കാനും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, മാസാമാസം സുന്ദരേശൻ ചേട്ടന് വാടക ഒന്ന് കൊടുക്കണേന്ന്.
ആര് കേക്കാൻ? മൊത്തം ദൂർത്തല്ലേ, ദൂർത്ത് ദൂർത്ത് ദൂർത്ത്. ശിവരാമേട്ടോ, ഒന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് വരുവോ? സുന്ദരേശൻ ചേട്ടനാണ് കാണാൻ വന്നതെന്ന് പറഞ്ഞാലേ ആള് പിൻവശം വഴി ഓടി മുങ്ങിക്കളയും. അതാ കേട്ടോ ഞാൻ പേര് പറയാഞ്ഞ്. എന്താ ഇന്നലെ അല്ല, ആരത്? സുന്ദരേശനാ? സുന്ദരേശൻ തന്നെ. നിങ്ങളെന്താ ഞാൻ ഫോൺ വിളിച്ചെടുക്കാത്ത? വാടക തരാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? അത് പിന്നെ സുന്ദരേശ, കാര്യങ്ങൾ കുറച്ച് കുഴപ്പത്തിലാ. എനിക്കൊരല്പം കൂടി സാവകാശം തരണം. എന്തിന്? അല്ല, അല്പ സാവകാശം തന്നാലും നിങ്ങൾ എവിടെ നിർത്തിട്ട് കാശ് തരും? അത് മനസ്സിലാവണില്ല. മിണ്ടാട്ടോ ഇല്ലേ? ഈ വീട്ടിൽ ആകപ്പാടെ ഒരു കച്ചിത്തുരുമുണ്ടായിരുന്നത് ആ വക്കീൽ വെച്ചായിരുന്നു. ഇപ്പതേ അവളെ കല്യാണവും കഴിച്ചു പോയി. നിങ്ങൾക്കാണെങ്കിൽ പണിയുമില്ല. നിങ്ങൾ ഈ വാടക കാശ് എവിടെ നിർത്തിട്ട് തരുമെന്നായി പറയണത്? എവിടുന്നായാലും എന്താ, സുന്ദരേശന് കാശ് കിട്ടിയാ പോരെ? ചേട്ടത്തി ഇവിടെ ഉണ്ടായിരുന്ന. എന്നാ പിന്നെ നെടുനീളം ഡയലോഗ് അടിക്കാതെ സുന്ദരേശന്റെ കാശിങ്ങതാ, ഞാൻ അങ്ങ് പൊക്കോളാം. അത് പിന്നെ അടുത്ത ആഴ്ച തരും. എവിടെ നിർത്തിട്ട്? അതാ ഞാൻ പറഞ്ഞത്. എന്താ എവിടുന്നാന്നൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. വാടക കാശ് തരും എന്ന് പറഞ്ഞാൽ തരുന്ന. തൽക്കാലം സുന്ദരേശൻ ചെല്ലാൻ നോക്ക്. വീട്ടുകാരത്തെ അത്താഴം വെച്ച് കാത്തിരിക്കായിരിക്കും. വെറുതെ അവരെ എന്തിനാ വിഷമിപ്പിക്കുന്നത്? അയ്യോടാ, അപ്പം വാടക കുടിശ്ശിക വരുത്തി നിങ്ങൾക്കല്ല കുറ്റം. അത് ചോദിക്കാൻ വന്ന എൻ്റെ അത്താഴ പ്രശ്നമാണ് നിങ്ങൾക്ക് സ്വരക്കേട്. ഇത് നല്ല കഥയായിപ്പോയി. അതെ, ഇപ്പം ഞാൻ പോവാ. അടുത്ത ആഴ്ച കാശ് കിട്ടിയില്ലെങ്കിൽ കളി മാറുവേ ശിവരാമേട്ട. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എൻ്റെ ഗതികേട്. പിന്നെ ഒരു കാര്യം കൂടെ, 2 മാസം കൂടെ കഴിഞ്ഞാൽ വാടക ചീട്ട് പുതുക്കണം. ഇനി അത് പുതുക്കി കിട്ടണമെങ്കിൽ മാസ വാടക 2000 രൂപ കൂട്ടിത്തരണം. പറ്റൂലെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ വേറെ വീട് നോക്കുന്ന ബുദ്ധി പറഞ്ഞില്ല എന്ന് വേണ്ട. എന്റെ ഗതികേടെന്ന് പറഞ്ഞു. 2000 രൂപയോ? ഈ വക്കീലന്മാർക്കും പോലീസുകാർക്കും വാടക കൊടുത്താലേ പ്രശ്നം. എന്നാലും എന്റെ ഹനുമാൻ സ്വാമി, ഇത്തിരി പോന്ന ഈ വീടിന് ഇനിയും 2000 രൂപ വാടക കൂട്ടുകയെ ഇയാളുടെ തലയിൽ ഇടുത്തി വീഴുകയുള്ളൂ. നീ വെറുതെ ശപിക്കല്ലേ ശ്യാമള. അപ്പുറം ഇപ്പുറമുള്ള ഇതിനേക്കാൾ സൗകര്യം കുറഞ്ഞ വീടുകളിൽ പോലും ഇപ്പൊ അതിനേക്കാൾ കൂടുതൽ വാടകയുണ്ട്. അയ്യോ, എന്നാലും ചോദിക്കുന്നതിനൊക്കെ ഒരു മയം വേണ്ടേ? അല്ല അല്ല ശ്യാമളെ, അടുത്ത ആഴ്ച നീ എവിടുന്നെടുത്തിട്ട് വാടക കൊടുക്കുന്ന കാര്യമാ നീ അങ്ങേരോട് പറഞ്ഞത്? നൈറ്റ് വിറ്റ വകയിൽ നീക്കിയിരിപ്പുണ്ടായിരുന്ന കാശെടുത്തല്ലേ ശിവരാമേട്ടന് കഴിഞ്ഞ ആഴ്ച മരുന്ന് മേടിച്ചത്. പിന്നെ ഇനി ഏത് കാശ്? മനസ്സിലായില്ല. അല്ല, അത് പിന്നെ അന്നേരത്തെ ഒരു ഇതിലേ ഞാനങ്ങ് പറഞ്ഞു പോയതാ. അല്ലാതെ ഞാൻ പഴയതുപോലെ ജോലിക്ക് വല്ലതും പോയാലോ എന്ന് ആലോചിക്കണ. തന്നെ തന്നെ അങ്ങോട്ട് ചെന്നാ മതി. കഴിഞ്ഞ ആഴ്ച ഇവിടുത്തെ ജില്ലാ കളക്ടർ സ്ഥലം മാറിപ്പോയെന്ന് പത്രത്തിൽ കണ്ടായിരുന്നു. ആ ഒഴിവിലേക്കൊന്ന് ശ്രമിച്ചാ ചിലപ്പോ കിട്ടും. ഇന്നലെ അതെ, ഉള്ളതുപോലെ പറയുമ്പോ പിന്നെ ഇഞ്ഞിരെ കുഞ്ഞിരിയെന്നൊന്നും വിളിച്ചിട്ട് ഒരു കാര്യമില്ല. വയസ്സ് ഇത്രയായ സ്ഥിതിക്ക് ഇനി ശിവരാമേട്ടന് ആര് ജോലി കൊടുക്കാനാ? അല്ല, അഥവാ കൊടുത്താ തന്നെ അവിടുന്ന് കിട്ടുന്ന നക്കാപ്പിച്ചോണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാ ശ്യാമള പറയുന്നേ. അമ്മേ, അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? സൗകര്യല്ലടി, നീ കയറിപ്പൊടിയാത്ത്. ഞാൻ പറയാനുള്ളതേ ആരുടെ മുഖത്ത് നോക്കി ആയാലും പറഞ്ഞിരിക്കും. നൈറ്റ് ഡ്യൂട്ടിക്ക് പോവാൻ നിന്നപ്പോഴാ അയാള് കയറി വന്നതും. അപ്പൊ തന്നെ എന്റെ നേരം പോയി. എന്ത് കഷ്ടമാന്ന് നോക്കും. മാറങ്ങോട്ടും. അതെ, കേസും പുക്കാറും ഒന്നും കാര്യമായിട്ടില്ലായിരുന്നെങ്കിലും വല്ലപ്പോഴും വല്ല നക്കാപ്പിച്ചയും കൊണ്ട് ഈ വീട്ടിലോട്ട് കയറി വന്നോണ്ടിരുന്നത് ആ അഞ്ജലിയായിരുന്നു. ഏതോ ഒരുത്തന്റെ കൂടെ
ഇറങ്ങിപ്പോയ ശേഷം അവളുടെ വക്കീല് പണി തീർന്നു കിട്ടി. ഏതോ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയ ശേഷം അവളുടെ വക്കീല് പണി തീർന്നു കിട്ടി. ഇപ്പതേ അവളാ കൊമ്പത്തെ വക്കീലിന്റെ വീട്ടിലെ അടുക്കളപ്പണി എടുത്താ ജീവിക്കുന്നത്. എന്റെ അടുത്ത് എന്തിനാ ശിവരാമേട്ട ഇങ്ങനെ കിടന്ന് അലറുന്നത്? ശിവരാമേട്ട, നിങ്ങൾ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം. അവളുടെ ജീവിതം ഇനി ഭർത്താവിന്റെ വീട്ടിലെ അടുക്കളയിൽ തന്നെയാ. അവൾ ഇനി അവിടെ കിടന്ന് തീരും. അല്ലെങ്കിലേ അവിടെ ഉള്ളോരും ആ അനുപമയും കൂടെ ചേർന്നേ അവളെ അങ്ങ് തീർക്കും. അത്ര തന്നെ. പാവം. ഓ കൊള്ളാം. നീ ഇത് സ്ഥിരമാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നല്ലോ. എന്തോ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഒരു പെണ്ണിനെ താലി കെട്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് നീ ഇങ്ങനെ പുറത്തുപോയി കിടക്കുന്നതിന്റെ ഉദ്ദേശം എന്തുവാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തു പറ്റി അർജുൻ? എന്താ നിന്റെ പ്രശ്നം? തുറന്നു പറ. അത് പിന്നെ ചെറിയമ്മ, അഞ്ജലിക്ക് എന്നോടുള്ള പിണക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അവള് എന്നെ ഒരു ശത്രുവിനെ പോലെ കാണുന്നത്. അതുകൊണ്ട് അവള് നിന്നെ ശത്രുവിനെ പോലെ കാണുന്നെന്ന് കരുതി നീ ഇനിയുള്ള കാലം മുഴുവനും താഴത്തെ സോഫയിൽ പോയി കിടന്നുറങ്ങാനാണോ നിന്റെ പരിപാടി? അതോ ഇനി സാറ് സന്യാസത്തിന് മറ്റോ പോകാനാണോ ഉദ്ദേശം? അതല്ല ചെറിയമ്മേ, അച്ഛൻ അഞ്ജലിയുടെ മനസ്സിലിട്ട സംശയത്തിന്റെ ആ ഒരു വിത്തുണ്ടല്ലോ, അത് അവളുടെ മനസ്സിൽ കിടന്ന് എന്നോടുള്ള പകയായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞിട്ടും അഞ്ജലി ഒന്നും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല, എന്നെ കേൾക്കാൻ കൂടി തയ്യാറാവുന്നില്ല. അവൾക്ക് എന്നോടെന്തോ വെറുപ്പുള്ളതുപോലെ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ആവുന്നവരെ അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതെ ഞാനങ്ങ് ഒഴിഞ്ഞു മാറി നിൽക്കുന്നല്ലേ നല്ലത്. അതുകൊണ്ടാ ഞാൻ ഇവിടെ വന്ന് അവിടെ പോയി കിടക്കാന്ന് കരുതി. നീ ഇപ്പൊ കാണിക്കുന്ന മണ്ടത്തരമാണ്, ആന മണ്ടത്തരം. ഒരുമാതിരി തിരയടങ്ങിയിട്ട് മീൻ പിടിക്കാൻ നിൽക്കുന്ന ഏർപ്പാട്. ഏതൊരു ദാമ്പത്യത്തിലും അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ അതിന്റെ ഒരു സ്പിരിറ്റിലെ കാണാവൂ. നിന്റെ അടുത്ത് ഞാൻ ഇന്ന് രാവിലെ ഇക്കാര്യം പറഞ്ഞല്ലേ, നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ അന്യോന്യം പറഞ്ഞു തീർക്കണം. ആദ്യം കുറച്ച് പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും, പിന്നീട് എല്ലാം ഒന്ന് സിങ്കായിട്ട് വരൂ. ആദ്യം കുറച്ച് പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും, പിന്നീട് എല്ലാം സിങ്കായിട്ട് വരൂ. അത് ശരിയാ. ദേ, നിന്റെ കൊച്ചിനും എനിക്കും ഇടയില് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണോ നീ കരുതുന്നേ? നമുക്കിടയിലും അത്യാവശ്യം അടിപിടികളൊക്കെ മുറ പോലെ നടക്കാറുണ്ട്. പക്ഷേ അത് നമ്മുടെ ഇടയിൽ തന്നെ ഞങ്ങളുടെ ബെഡ്റൂമിനുള്ളിൽ തീർക്കാനായിട്ട് എനിക്കും ഗോവിന്ദേട്ടനും നന്നായിട്ട് അറിയാം. യെസ്, അതാണ് നമ്മുടെ ദാമ്പത്യത്തിന്റെ വിജയം. മോനെ, പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാതെ ഒളിച്ചോടാൻ നടന്നാൽ നിനക്ക് പിന്നെ ലൈഫ് ടൈം ഒളിച്ചോടാനേ നേരം കാണൂ. അത് പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല സ്ഥലമാണ് നമ്മൾ കിടക്കുന്ന മുറിയും കട്ടിലും. അവിടുത്തെ സ്വകാര്യതയില് ഏത് സങ്കടങ്ങളെയും സന്തോഷമാക്കാനും കരച്ചിലിനെ പുഞ്ചിരിയാക്കാനും നമുക്ക് കഴിയണം. നമുക്ക് അതിന് ശ്രമിക്കാതെ വെറുതെ ഈഗോയും കെട്ടിപ്പിടിച്ച് ഭാര്യയും ഭർത്താവും 2 മുറികളിൽ 2 കട്ടിലുകളിൽ കിടക്കുന്നതാണ് 99% ദാമ്പത്യ ബന്ധങ്ങളും തകരുവാൻ കാരണം. അതുകൊണ്ട് എന്റെ പൊന്നുമോൻ ചെന്നിട്ട് അവക്കൊപ്പം കിടക്കാൻ നോക്കൂ. അതെ അർജുൻ, ഗോവിന്ദേട്ടൻ പറയുന്നതാ കാര്യം.
ഭാര്യയും ഭർത്താവിനും ഇടയിൽ 1000 പ്രശ്നം ഉണ്ടാവും. പക്ഷേ അതൊക്കെ നിങ്ങളുടെ ബെഡ്റൂമിനുള്ളിൽ തന്നെ വേണം പറഞ്ഞു തീർക്കാൻ. മറിച്ച് 4 ചുമരിനുള്ളിൽ തീരേണ്ട പ്രശ്നം പുറത്തേക്ക് മാറിയാൽ അവിടെ കണ്ടു നിൽക്കുന്ന കാഴ്ചക്കാർ ഓരോ ആളും നിങ്ങളുടെ തകർച്ച കണ്ട് ആസ്വദിക്കുന്നവരായിരിക്കും. പിന്നെ നിങ്ങളുടെ ജീവിതം എങ്ങോട്ട് പോകുമെന്ന് തീരുമാനിക്കുന്നതും അവരായിരിക്കും. ഈ വീട്ടില് അത് ആരൊക്കെയാണ് ഏതൊക്കെയാണെന്നും ഞങ്ങൾ പറയാതെ തന്നെ അർജുന് മനസ്സിലാവുമല്ലോ. മനസ്സിലാവാതെ നീ തിരിച്ചു ചെല്ലടാ മോനെ. നീ കിടന്നുറങ്ങേണ്ട സ്വീകരണ മുറിയിലെ ശോഭയിലല്ല, നിന്റെ ബെഡ്റൂമിലെ ബെഡിലാ. We wish you a happy second night. അവൻ പൊയ്ക്കോളും, നീ ഇങ്ങോട്ട് വാ. ചെല്ല്. അല്ലടി രമ്യേ, നമ്മുടെ ഇത് എത്രാമത്തെ സെക്കൻഡ് നൈറ്റ് ആടി? നീ പറഞ്ഞല്ലോ അവള് നമ്മുടെ മോളാണ്, അവളെ കാണാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ. ആ വിചാരം അവൾക്ക് എന്താ ഇല്ലാത്തത്? കേക്കട്ടെ. മോളെ അഞ്ജലി, ഇതെനിക്ക് എന്റെ ലൈഫിന്റെ പ്രശ്നമാണ്, എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം. ഇവിടെ എനിക്ക് ഒരിക്കലും ഒരു ചാൻസ് എടുക്കാൻ പറ്റില്ല. ഐ എം സോ സോറി.